എന്താ കാശ്? ഈ വണ്ടിയിൽ ഒരു പ്രേതമുണ്ട് കാശ്. അതിനെ തിരയാൻ വന്ന മന്ത്രവാദികളാണ് 4 പേര്. എന്തേ 4 പേരില്ല? റോക്കി അവനവിടെ തിരയുക. അവന് തല ഇങ്ങോട്ടൊന്നേ. അല്ലമ്മേ കുടുങ്ങി എടുത്തു. റോക്കി മന്ത്രവാദിയുടെ പടുതി വെക്കുക. റോക്കി മന്ത്രവാദിയുടെ പടുതി കണ്ട. റോക്കി മന്ത്രവാദിയുടെ പടുതി കണ്ട. അങ്ങോട്ട് മോന്തോ കണ്ട കണ്ട. ആ പോ അടുത്ത മന്ത്രവാദിനിയാണ്. ഇനി മന്ത്രവാദി ഇറങ്ങി. അല്ല അവിടെ ഉണ്ടമ്മ തിരച്ചില്ല. ഇന്ന് രാത്രി മുതൽ തെരയുക. ഇത് കിട്ടിയോ? ഡ്യൂപ്ലിക്കേറ്റ് അമ്മേ. ഇന്നലെ ഒരു എലി അതിനകത്ത് ചാടിപ്പോയിട്ടോ. അതിനെ തിരയുന്നത്. അത് ചാടി അതിന്റെ പാട്ടിന് പോയി. അമ്മയുടെ കാലിയാണ് കിടക്കുന്നു. ഓരോ വണ്ടിയും പരിശോധിക്കുക. അടുത്ത മന്ത്രവാദി ഓരോ വണ്ടിയും പരിശോധിക്കുക. ഇവിടുത്തെ വാഹനങ്ങളിലെല്ലാം ഭൂത പിശാചുക്കളുണ്ട്. അത് തലയിട്ട് വെക്കുന്നുണ്ട്. അതിനകത്ത് കയറി കൊണ്ടാക്കുന്നു. മന്ത്രവാദി ഇങ്ങനെ ഇറങ്ങടാ. ഡി എടുത്ത മാടി പോലെ അവളായിട്ട് മാറ്റേ ഫോട്ടോ എടുത്തായിരിക്കും, വീഡിയോ എടുത്തായിരിക്കും. എന്തൊക്കെ മാറിയിട്ടുണ്ടോ? അപ്പുറത്തെ സൈഡ് പോയി. ഇതാരിത്? ഇത് നോക്ക്. അപ്പുറത്ത് എന്തുവാ എന്റെ കീഴ്? ഇനി മാന്തി പൊളിച്ച് വണ്ടി എടുക്കാൻ പറ്റുമോ? എന്തോ ഇവിടെ ഫീ എടുക്കാൻ സമ്മതിക്കത്തില്ലേ പിങ്കു? അവളെ പറയുന്നത് ഇതൊന്നും എടുത്ത് നാട്ടുകാരെ കളിക്കൊക്കെ ഞങ്ങൾക്ക് പിന്നെ വാദം ഒഴിപ്പിക്കാൻ ഞങ്ങളെ വിളിക്കും. അയ്യോ ഈ റോക്കിക്ക് എന്ത് വേണ്ട? റോക്കി ഇങ്ങനെ ഇറങ്ങണേ. ഇന്ന് വല്ല കണ്ടുപിടിക്കുമ്പോ ഞങ്ങളോട് പറയണേ. അവനെ വല്ല പോളിടെക്നിക്കും പഠിപ്പിച്ചാൽ മതിയായിരുന്നു. എന്റെ പൊന്നു പിങ്കു വീഡിയോ ഒന്ന് എടുത്തോട്ടെ. അത് അതിനപ്പുറം കഴിഞ്ഞില്ല, തുടങ്ങിയതേ ഉള്ളൂ. ഇവിടെ ഇവള് സമ്മതിക്കത്തില്ല വീഡിയോ എടുക്കാൻ. അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. റോക്കിയുടെ വീഡിയോ എടുക്കാൻ അവളെ സമ്മതിക്കല്ല. റോക്കി ഇറങ്ങിയെന്നേ. അതൊരു ഷൂട്ടിലും എടുക്കാം. പിന്നെയും കേറി പോന്ന് ചേർക്ക. ഒരു മന്ത്രവാദി ഞാൻ പിടിച്ചിരിക്കും. മടിയിലിരിക്കാൻ ഇഷ്ടമില്ലാത്തൊരു സാധനം. അതെങ്ങനെയാ വെകളി ഒരിടത്ത് നിന്നാലല്ലേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ഇതിന്റെ ഇടിക്ക് കിടന്ന് എന്തൊടുക്കുവാന്നോ എല്ലാം കൂടെ. ഒന്ന് വീഡിയോ എടുക്കാൻ ആരെങ്കിലും ഒന്ന് സമ്മതിക്കോ? അതെങ്ങനാ ഇത്? ഇറങ്ങിപ്പോയ പറഞ്ഞു. പോസ് ചെയ്തെങ്കിൽ തന്നെ ഒന്ന് പോട്ടെ. റോക്കി ഈ വണ്ടി ഇനി റോഡിൽ ഇറക്കാൻ പാകത്തിനാക്കി ഇട്ടോ, അതോ സ്ഥിരം ഷെഡിലാക്കാൻ പാകത്തിലിട്ടോ? ഇന്നലെ വരെ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാ. ഇനി എടുക്കുമ്പോ പണിഞ്ഞ് അവനൊരു വരുവാക്കി വെച്ചേക്കുവാന്ന് തോന്നുന്നു വണ്ടി. ഇന്നലെ വൈകുന്നേരം ഓട്ടം കഴിഞ്ഞ് വന്നു കൊണ്ടുവന്നിട്ടപ്പം ഒരെലി പുറത്തു വിട്ട് വന്നിട്ട് കൊണ്ടുവന്നിട്ടപ്പോ ഒരെലി അവിടെ മന്തല്. ഒരാള് സ്കൂട്ടർ പണി, ഒരാള് കാറ് പണി. കാറ് പണി ഇല്ല, അവിടെ ഒരാള് സ്കൂട്ടർ പണി. ഫാമിലി മൊത്തം മെക്കാനിക്കൽ പഠിച്ചേട്ടാ. വണ്ടി മെക്കാനിക്ക് എല്ലാരും. അത് പപ്പി മാത്രമേ ഉള്ളൂ ഒരു കഴിവില്ലാതായിപ്പോയത്. സ്കൂട്ടർ പണി. എന്റെ റോക്കിച്ചായ ഇനി നീ പോയി ഒന്ന് കുളിക്ക. നോക്കട്ടെ ഇനി അവൻ സ്കൂട്ടറിലോട്ട് കയറിയത്. ഞാൻ മതിയണ്ട റോക്കി, നീ ഇനി കൂട്ടിക്കയറിക്കോ റോക്കി, കൂട്ടിക്കയറ. അവൻ വണ്ടി പണിഞ്ഞൊരു പരുവാക്കി കേട്ടോ. സ്റ്റാർട്ടാവുന്ന പോലും ഇല്ല ഇപ്പം കേട്ടാ റോക്കി. മതി. നമ്മുടെ പപ്പി മാത്രം സൈലന്റ് ആയിട്ട് കിടക്കുന്നു. ഇത് നിന്റെ വയറ്റിൽ കുഞ്ഞാവയുണ്ടോന്നൊരു സംശയമുണ്ട് കേട്ടാ പപ്പി. കുഞ്ഞാവ വരുവോ? പപ്പിക്കങ്ങ് ക്ഷീണം അവസരേ.
എല്ലാം കണ്ടോണ്ടും കേട്ടോണ്ടും ഇരിക്കുക. വേണ്ട റോക്കിച്ചാൻ അവിടെ പിടിപ്പത് പണിയില്ല. അവന്റെ പണി ഇതുവരെ കഴിഞ്ഞില്ലെന്നുള്ളതാ. ഇങ്ങനെ ഇറങ്ങാൻ ഇറക്കാം. അതെങ്ങനെയാ ഒന്ന് വീഡിയോ എടുക്കാൻ ഒരു പെണ്ണ് സമ്മതിക്കോ? കേൾക്കാൻ മതി. നീ കേൾക്കാ കൂട്ടില്ല. റോക്കി ചേർക്ക തലയോടാണോ നിന്റെ? റോക്കിയുടെ തല കാണുന്നില്ലേ? റോക്കിയുടെ തല കാണുന്നില്ലേ? ഡാഡിയുടെ തല കാണുന്നില്ലെന്നോ? നിന്റെ തല എന്തിയാ നോക്കട്ടെ. റോക്കിയുടെ തല